ഹലോ ഗൈസ്, ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കൊരു വൈറൽ വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നത്, അതായത് ഏറ്റവും ഭംഗിയിലെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എങ്ങനെ വൈറലാക്കാൻ പറ്റിയ ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഉപകാരം കിട്ടുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം നല്ല അടിപൊളി വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വെറും സാധാരണക്കാർക്ക് മാത്രമുള്ള ഉപകാരമുള്ള സാധനങ്ങളാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ, എത്ര വയസ്സുള്ള ആൾക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സാറിന് നമ്മളൊക്കെ ഫോണിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് പറഞ്ഞു തരും, അതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ VN എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. കൈൻമാസ്റ്ററിലുണ്ട്, ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. നമ്മൾ VN വീഡിയോ എഡിറ്ററിൻ്റെ അകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് VNൻ്റെ പ്രത്യേകതകളൊന്നുമല്ല പറയുന്നത്. VN ആപ്പിൽ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ VN എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നും കൂടെ നിങ്ങൾക്ക് പഠിക്കാം സുഖമായിട്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ വീഡിയോ ഉണ്ട്, എങ്ങനെ VN ആപ്പിൽ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. രണ്ടാമത് എങ്ങനെ ഒരു വൈറൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം, ഏറ്റവും ബെറ്റർ ആയിട്ടൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് VN ആണ് കേട്ടോ. അപ്പം VN നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ആ കത്രികേൻ്റെ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ എടുക്കാൻ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ വീഡിയോ നേരെ എടുത്ത് അപ്ലോഡ് ചെയ്യരുത്. നമ്മുടെ വീഡിയോൻ്റെ അകത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ടാവും. എല്ലാവരുടെ വീഡിയോയിലുണ്ടാവും ഓരോ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൂടുതൽ നമ്മൾ വീഡിയോ കാണാൻ പ്രേരിപ്പിക്കുന്നത്, അതായത് നമ്മൾ നേരിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണാൻ വാച്ച് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് കുറേ ഭാഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ ആൾക്കാരുടെ മുമ്പിലോട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ആദ്യം തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇൻട്രോ ആണ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് കട്ട് ചെയ്ത് കയറ്റണം. ഓക്കെ, അപ്പോൾ ഞാനിത് ചുമ്മാ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. അപ്പം കുറച്ച് ഭാഗങ്ങൾ, അതായത് കാണാൻ വേണ്ടി, എൻ്റെ മോളാണ്. അപ്പോൾ മോളെ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എടുത്ത്, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കുറച്ച് ഭാഗങ്ങൾ, അതായത് ഞാൻ ഇപ്പോൾ മോള് ചിരിക്കുന്ന ഭാഗം വേണേൽ കുറച്ച് എടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു സുഖം കൊണ്ട് കുറച്ച് കാണാൻ വേണ്ടി ഉണ്ടോ ആ ഭാഗം കുറച്ച്. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്കൊരു കത്രികേൻ്റെ ചിഹ്നം കാണാം അടിയിൽ. അപ്പോൾ ആ കത്രികേൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോ സെലക്ട് ആകാൻ നിങ്ങൾ കാണുന്നുണ്ടോ, മഞ്ഞ കളറിൽ വരും. ആ മഞ്ഞ കളറിൽ വരുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭാഗം കൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം ഡിലീറ്റ് ചെയ്തു, നമ്മളൊരു ചെറിയൊരു കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത കട്ടിങ് എടുക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് വേറൊരു ഭാഗം എടുക്കുന്നു. അപ്പം വൈഫ് അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവളുമായിട്ട് സംസാരിക്കുന്നൊരു ഭാഗം, ചെറിയൊരു ഭാഗം ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി, അപ്പോൾ അത്രയും ഭാഗം എടുത്തു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഭാഗം എടുത്തതിന് ശേഷം അടിയിലത്തെ കത്രികേൻ്റെ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുന്നു. ബാക്കി ഭാഗം ആവശ്യമില്ലാത്ത ഭാഗം സെലക്ട് ചെയ്യുന്നു, അടിയിൽ ഡിലീറ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഭാഗം പോയി. പിന്നെ അടുത്ത ഭാഗത്തിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗാലറി പോകുന്നു. നമ്മൾ ആവശ്യമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു. ചെറിയ എന്തൊരു കട്ടിങ് കോഡ് എടുക്കുന്നു. ഓക്കെ, നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കട്ടിങ് കോഡ് എടുക്കുന്നു. അതും കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആവശ്യമുള്ള ഭാഗം എടുക്കുന്നു. ബാക്കി കത്രികേൻ്റെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഡിലീറ്റ് അടിച്ച് കളയുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഇത് കണ്ടു കഴിയുമ്പം ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്, നമ്മുടെ വീഡിയോൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും. കൂടുതലായിട്ട് ഈ വീഡിയോൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, നമുക്ക് കൂടുതൽ വീഡിയോ വന്നാൽ പിന്നെ കൂടുതൽ വാച്ച് ചെയ്യാലോ
എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ കണ്ടന്റ് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കുറച്ച് ഭാഗങ്ങൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവും, ചിലർക്കൊക്കെ ഉണ്ടാവും, ഇല്ലാത്തവർ ഉണ്ടാക്കണം ഒരു ഇൻട്രോ മ്യൂസിക്. അതായത് നമ്മൾ അതായത് നമ്മൾ ഒരു ഇൻട്രോ മ്യൂസിക് ഉണ്ട് നമ്മൾ വീഡിയോ കാണുന്നതിന്. അപ്പോൾ ആ ഇൻട്രോ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ കാണാം. ഇത് ഫിൽറ്ററിൻ്റെ വർഷത്തിന് മേലെ സൗണ്ട് കൂടുന്ന ഓപ്ഷൻ കാണാം. അതിനുശേഷം അതിൻ്റെ മേലെ നമുക്ക് ഒരു വീഡിയോൻ്റെ ഒരു പ്ലസ് ചിഹ്നം കാണാം. ആ പ്ലസ് ചിഹ്നത്തിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻട്രോ മ്യൂസിക് ഞാൻ അടിയിൽ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 സെക്കൻഡ് ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഇത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം ആരോ മാർക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻട്രോ മ്യൂസിക് അവിടെ വന്നു. ഓക്കെ, അത് ഞാനിത് ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് നമ്മുടെ മെയിൻ ചാനൽ, അതായത് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഈ ഇപ്പുറത്തെ വശത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഈ കട്ടിങ് വരുന്ന ചില ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് മാറുന്ന സമയത്തുണ്ടാവും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, കാണാൻ ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രോ മ്യൂസിക് കൊടുത്ത് നമ്മൾ ആദ്യം നമുക്ക് ആൾക്കാരെ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടാൻ വേണ്ടിയുള്ളൊരു നമ്മളൊരു ആദ്യത്തെ 3-4 കട്ടിങ് കൊടുത്തു. നല്ല നമ്മുടെ വീടിൻ്റെ ഏറ്റവും മനോഹരമായുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തു. അതിനുശേഷം ഇൻട്രോ മ്യൂസിക് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തത് അതായത് ഹലോ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് എന്ന് പറയുന്ന ഇൻട്രോ തൊട്ടിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. ബാക്കി നമ്മുടെ വീഡിയോൻ്റെ അവസാനിപ്പിക്കുന്ന ഭാഗം വരെ. അത് അവസാനിപ്പിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അവസാനം നമ്മൾ പറഞ്ഞ ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. അതായത് വെറുതെ ഒരു കട്ടിങ് വെച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്തി പോകരുത്. അവസാനം വരെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ അവസാനിപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കണ്ട ആൾക്കാർ ചിലപ്പോൾ നാളെ വീഡിയോ കാണാൻ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യം അവസാനിപ്പിച്ചു. ഇനി നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മളെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും പരാതിയാണ്. VNലൊക്കെ ഞങ്ങൾ എഡിറ്റ് ചെയ്യും, പക്ഷേ ചേട്ടാ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ക്വാളിറ്റി കുറയുന്നതിൻ്റെ കാര്യം നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇവിടുത്തെ കൂട്ടി വെക്കണം. അതായത് നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറയ്ക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതും നമ്മൾ കുറച്ച് കൂട്ടി വെക്കുക. FPS എന്നുള്ള സംഭവം കുറച്ച് കൂട്ടി വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എത്ര റെസൊല്യൂഷനാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിങ്ങനെ കാണാം. ഇവിടെ അതുകൊണ്ടോ ഇത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ കുറയ്ക്കുന്നതിനനുസരിച്ച് MB മാറി 536 MB. ഇത് കൂട്ടുന്നതിനുണ്ടോ 1.17 GB, 1.98 GB, 2.52 GB. ഫോണിൽ സ്റ്റോറേജ് ഉള്ള ആൾക്കാരൊക്കെയാണ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറേജ് കൂട്ടി വെക്കാം കേട്ടോ. 2.33 GB വരെ ഇത് ഫുള്ളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.68 GB വരെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല 4K റെസൊല്യൂഷൻ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ നല്ല മനോഹരമായിട്ട് അപ്ലോഡ് ചെയ്യാനാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ആയിക്കോളും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നേരെ നമ്മൾ എക്സ്പോർട്ട് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എത്ര മനോഹരമായിട്ട് വീഡിയോ ഉണ്ടാക്കിയെടുക്കാവോ അതിനൊരു ഓരോരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ട് പരമാവധി വീഡിയോയിലിട്ട് ആൾക്കാരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പോകാണ്ട്, അതായത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. പരമാവധി അവിടെ കുത്തിയിരുന്ന് കാണുന്ന രീതിയിൽ ആ വീഡിയോ ആക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെ വീഡിയോ നമുക്ക് മനോഹരമായിട്ട് ഉണ്ടാക്കാന്നുള്ളൊരു മനസ്സിലിത് വന്നിട്ടുണ്ടാവും. മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം നിങ്ങൾ സ്വന്തമായിട്ട് കുത്തിരുന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ കണ്ടന്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ ആ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ എങ്ങനെ വൈറലായി എടുക്കാം അതാം കൂടെയാണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്താണ്ട് അവസാനം വരെ വീഡിയോ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കണ്ടന്റ് കൂടെ നന്നാകും. ഇതിനകത്ത് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ നല്ല കണ്ടന്റും കൂടെ യൂസ് ചെയ്യുക. നല്ല കണ്ടന്റ് കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ തമ്പനയിലെ ക്യാപ്ഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള 100% ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയും വൈറലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം അപ്ലോഡ് ചെയ്യുക. പെട്ടെന്നൊരു തമാശക്ക് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ട് തന്നെ ഇടുക. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ കയറും. ഒരു വീഡിയോ കയറി കഴിഞ്ഞാൽ പുറകെ വീഡിയോ കയറിക്കോളും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗൈസ്, നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.